മാള പൊയ്യയിൽ വീട് തകർന്നു വീണു. സഹോദരിയുടെ വീട്ടിൽ പോയതിനാൽ വീട്ടമ്മയും കുടുംബവും രക്ഷപ്പെട്ടു. കഴിഞ്ഞ ദിവസം സന്ധ്യയോടെയാണ് സംഭവം നടന്നത്. പൊയ്യ ഗ്രാമപഞ്ചായത്തിലെ വടക്കേക്കോട്ട സ്വദേശിനിയായ പാറയിൽ വീട്ടിൽ ബിന്ദുവിന്റെ വീടാണ് ഭാഗികമായി തകർന്നു വീണത്. 15 വർഷം മുൻപാണ് ബിന്ദു പഞ്ചായത്തിൽ നിന്നും ലഭിച്ചതും വീട്ടുജോലി ചെയ്ത് സ്വരുക്കൂട്ടി വച്ച പണവും ഉപയോഗിച്ച് ഒറ്റമുറി വീട് പണിയുന്നത്. എന്നാൽ വീട് നശിച്ചു തുടങ്ങിയതോടെ ബിന്ദുവിന്റെ അപേക്ഷ പരിഗണിച്ച് 2020 ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബിന്ദുവിന് വീട് നിർമ്മിച്ചു നൽകാമെന്ന് പഞ്ചായത്ത് പറഞ്ഞിരുന്നുവെങ്കിലും പരിശോധനയ്ക്ക് വന്ന വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ നിലവിലുള്ള വീട് വാസയോഗ്യമാണെന്നും അതിനാൽ മെയിന്റനൻസ് മാത്രം നടത്തിയാൽ മതിയെന്നും പറഞ്ഞ് ലൈഫ് മിഷൻ പദ്ധതിയിൽ നിന്നും ബിന്ദുവിനെ ഒഴിവാക്കുകയായിരുന്നു. ചോർച്ചയുള്ളതും ബലക്ഷയമുള്ളതുമായ വീടിന്റെ അവസ്ഥയറിയാവുന്ന ബിന്ദു വീട് പണിയുന്നതിന് പല വാതിലുകളും മുട്ടിയെങ്കിലും എല്ലാവരും തഴയുകയായിരുന്നു. ഒരു പെൺകുട്ടി ഉൾപ്പെടെ +2 കഴിഞ്ഞതും 10ൽ പഠിക്കുന്നതുമായ 2 മക്കളാണ് ബിന്ദുവിനുള്ളത്. ഏറെ നാളുകളായി മഞ്ഞപ്പിത്ത ബാധിതയായ ബിന്ദു സഹോദരിയുടെ വീട്ടിൽ മക്കളോടൊപ്പം പോയതിനാലാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ഇവർ ദിവസേന ഉപയോഗിക്കുന്ന കിടപ്പുമുറിയും അടുക്കളയുമാണ് പൂർണ്ണമായും തകർന്നു പോയിരിക്കുന്നത്. അതേസമയം പഞ്ചായത്തുകളിൽ എഇമാരെ കെട്ടിടങ്ങളുടെ ഈടുറപ്പ് സംബന്ധിച്ച സാങ്കേതിക പരിശോധനയ്ക്ക് നിയോഗിക്കാതെ വിഇഒമാരെ ചുമതലപ്പെടുത്തുന്നത് പരാതികൾക്ക് കാരണമാവുകയാണ്. ഞാനും എൻ്റെ 2 മക്കളും കൂടിയാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ലൈഫിൽ വീട് പാസ്സായിട്ട് അന്നത്തെ വിഇഒ ഈ വീട് വാസയോഗ്യമാണെന്നും പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തതിൻ്റെ പേരിൽ ഞങ്ങളുടെ ആ വീട് ക്യാൻസൽ ചെയ്തവർ. ഇപ്പം ഈ കഴിഞ്ഞ 2 ദിവസത്തെ മഴയിൽ വീട് കുതിർന്ന് ഒരു വശം മൊത്തം ഇടിഞ്ഞ് വീണ്. ഞങ്ങൾ ഉപയോഗിക്കുന്ന റൂമാണത്. ഞങ്ങളുടെ അലമാരും കുറച്ച് പാത്രങ്ങൾ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ ഉള്ളിൽ പെട്ടൊക്കെയാണ്. ഞങ്ങൾക്ക് വീട് പണിയാൻ എന്തെങ്കിലും ഒരു ഇത് ചെയ്തു തരണം. ഇന്നലെ വൈകിട്ട് 5:45 6 മണിയായിട്ടുണ്ടാവും. ആരും ഉണ്ടായില്ല. ഞങ്ങൾ അതിന് ഇത്ര വീട്ടിലേക്ക് പോയിക്കായിരുന്നു. എനിക്ക് സുഖമില്ലാത്തവരുണ്ട്, മഞ്ഞപ്പിത്തം ബാധിച്ച് 2 മാസത്തോളമായി. പണിക്കൊന്നും പോകാൻ പറ്റാത്തവരുണ്ട്. അതിന് ഇത്ര വീട്ടിലേക്ക് പോകുന്നത്. അന്നത്തെ വിഇഒ അത് ക്യാൻസൽ ചെയ്ത് വീട് വന്ന് നോക്കിയവർ. പക്ഷേ വീടിന് കുഴപ്പമൊന്നുമില്ല, മെയിൻ്റനൻസ് നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞത്. അന്ന് വീട് ഉള്ളിൽ കയറിയ സാറിനെ കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തതാണ്. ഇന്ന് വില്ലേജിൽ നിന്ന് 2 സാറുമാർ വന്നിരുന്നു. റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. നാളെ തിങ്കളാഴ്ച ചെന്നു അവരത് അറിയിക്കാന്നാണ് പറഞ്ഞേക്കണത്. പഞ്ചായത്തിൽ നിന്ന് ഇന്നലെ മെമ്പർ വന്ന് പോയി, പിന്നെ ആരും വന്നിട്ടില്ല. 2020 ലൈഫ് ലിസ്റ്റിൽ പെട്ടതായിരുന്നു. പക്ഷേ നമ്മുടെ വില്ലേജിൽ നിന്ന് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വന്ന് അന്വേഷിച്ചു. ആൾ വന്നപ്പോൾ മെയിൻ്റനൻസ് ചെയ്താൽ മതി, വീട് ലൈഫിൽ പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ ആൾ റിപ്പോർട്ട് കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ലൈഫിൽ അതുകൊണ്ട് ഇപ്പോൾ വീട് പണിയാൻ പറ്റിയില്ല. ആൾ വയ്യാതെ മഞ്ഞപ്പിത്തം ബാധിച്ച് അനിയത്തിയുടെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് ആളപായമില്ലാതെ രക്ഷപ്പെട്ടു. പഞ്ചായത്തിൽ അറിയിച്ചിട്ടുണ്ട്, വില്ലേജിൽ അറിയിച്ചു, സെക്രട്ടറി ആയിട്ട് സംസാരിച്ചു. പഞ്ചായത്തിൽ നിന്ന് ഇതുവരെ ആരും വന്ന് നോക്കിയിട്ടില്ല. വില്ലേജിൽ നിന്ന് ഓഫീസർ വന്ന് അന്വേഷിച്ചു. സെക്രട്ടറി പറഞ്ഞത് ഇനി ഇപ്പം 2 ദിവസം മുടക്ക് ദിവസം ആയതുകൊണ്ട് തിങ്കളാഴ്ച അതിന് തീരുമാനമാക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമായിട്ടുള്ളൊരു കുടുംബമാണ്. ഭർത്താവ് ഉപേക്ഷിച്ച് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ 2 മക്കളെ പോറ്റി വളർത്താൻ വേണ്ടി ഒരുപാട് വീടുകളിലൊക്കെ പണിയെടുത്ത് വളരെ ദയനീയമായിട്ട് ജീവിച്ചു പോകുന്നൊരു സിറ്റുവേഷനാണ്. അതിൻ്റെ ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ കുടുംബം പോലത്തെ മൂടി കിടക്കുന്ന സമയത്താണ് ഈ വീട് ഇങ്ങനെ വീഴുകയും അവർ തെരുവിലാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മുമ്പുണ്ടായ ഒരു വിഇഒ ഇതിന് റിപ്പോർട്ട് കൊടുക്കുന്നത് ഇതിന് വാസയോഗ്യമായിട്ടുള്ള സ്ഥലമാണെന്നും ഇവിടെ യാതൊരു പ്രശ്നമില്ല എന്നാണ് അവർ റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ലൈഫിൽ നിന്ന് ഒരു ലിസ്റ്റ് പോയി തന്നെ പുറത്തു പോയത്. അപ്പോൾ 1 വർഷം മുമ്പ് നടന്ന സംഭവമാണത്. അപ്പോൾ അദ്ദേഹം ഇവിടെ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച് പോയിട്ട് ഇത് കുഴപ്പമില്ല എന്നുള്ളൊരു റിപ്പോർട്ടാണ് അവർ കൊടുത്തത്. അപ്പോൾ അതിൽ നിന്നാണ് ലൈഫിൽ നിന്ന് അവർ കട്ടായി പോയത്. ഇപ്പോൾ വീണ്ടും നമ്മളത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ താഴ്ത്തട്ടിലുള്ള ആളുകളായതുകൊണ്ടാണ് നമ്മൾ ഇടപെട്ട് പോണതും അവർക്ക് വേണ്ട സഹായങ്ങൾ ഏത് വിധത്തിലും കിട്ടുകയെന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ജീവിതത്തിലെ ചില നിമിഷങ്ങളിൽ നമുക്ക് ബന്ധങ്ങളുടെ മാറ്ററിയാം. ഇതിൽ എൻ്റെ സ്നേഹമുണ്ട്, ഇതിലെൻ്റെ കരുതലുണ്ട്. അമൂല്യമായ ബന്ധങ്ങൾക്ക് വേണം പരിശുദ്ധമായ സ്വർണം. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി.